ഈ വഴി കൂടെ നടന്നിട്ട് വേണം പുഴയിലേക്ക് എത്താട്ടോ. എത്താറായി. ഈ കല്ലൊക്കെ ഉണ്ടല്ലോ, പണ്ട് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഇടവഴിയായിരുന്നു അത്രേ. നമ്മുടെ ഈ സൈഡ് പാലക്കാടും പുഴ, ആ സൈഡ് തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ റെയിലിൻ്റെ അവിടുത്തെ ആ കല്ലൊക്കെ എന്താ പറയുക, ഏറ്റിയിട്ട് വന്നിട്ടാണ് ഈ വഴി ഉണ്ടാക്കിയെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് ഇവിടെ അച്ഛൻ. പക്ഷേ കല്ലുകളൊക്കെ പൊല്ലിയ ആൾക്കാർ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ടേ. കണ്ടോ, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇത്രയും ദൂരം നടന്ന് തിരിച്ചു പോകുമ്പോൾ തുണികളും ഉണ്ടാവും. ബക്കറ്റും തലയിൽ വെച്ചിട്ട് ആ കുന്ന് കയറി പോകാനേ നല്ല പാടാണേ. ഈ ഇടവഴി കൂടെ നടന്ന് പോയിട്ട് വേണം നമുക്ക് കുളിക്കാനായിട്ട്. വെള്ളമൊക്കെ പോയി. കണ്ടോ, ഇതാണ് പുഴ മക്കളെ. ഞാൻ ഇവിടെ വന്നിട്ടാണ് കുളിക്കൽ ദിവസം. 15 കൊല്ലത്തോളമായി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടേ. അത്രയും ഈ പുഴ വന്നിട്ടാണ് കുളിക്കൽ. അത്രയും തുണിയുണ്ടാവും ദിവസം. കാട്ടിത്തരാട്ടോ. സിനിമകൾ ഒരുപാട് പുഴയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു ദിവസം വരിക്കാശ്ശേരി മലയ്ക്ക് പോവാം. കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര പുല്ല. പുഴയുടെ അപ്പുറം ആ വഴി കാണുന്നുണ്ടോ, അതിനെ കയറിയ തൃശ്ശൂരാണ്, തൊഴുപ്പാടെന്ന് പറയും. നമ്മളതാ അവിടെ ഈ കാണുന്ന പാറ കണ്ടോ, അവിടെയാണ് വേനൽക്കാലത്തൊക്കെ പോയി കുളിക്കുക കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഷൊർണ്ണൂർക്ക് പോണ വഴിയാണ്. ഈ അവസ്ഥയായി. ആ കാണുന്ന പുല്ല് കണ്ടോ, ആ പുല്ലിൻ്റെ അപ്പുറം കയറും മഴക്കാലത്ത് വെള്ളം. അതിൻ്റെ ഇടയിലൊക്കെ വന്ന് കുളിക്കുക. ഓക്കെ ബായ്, ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.